കൂട്ടുകാരെ, ഞാനിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. കാരണം ഇന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബിലെ സബ്സ്ക്രൈബറായ എൻ്റെ ഞാനൊരു അനിയനെ പോലെ കാണുന്ന, എൻ്റെ സഹോദരനെ പോലെ കാണുന്ന രാഹുൽ രാജ് എന്നെ കാണാൻ വേണ്ടി എൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് അത്രയും ദൂരത്തു നിന്ന് കാർ ഓടിച്ച് വീട്ടിലേക്ക് വന്നു. എനിക്ക് യൂട്യൂബ് നമ്മൾ എല്ലാവരും യൂട്യൂബ് തുടങ്ങുമ്പോൾ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നത്. നമുക്ക് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർ ആകണം, വരുമാനം കിട്ടണം എന്നൊക്കെ വിചാരിച്ചാണ് എല്ലാവരും യൂട്യൂബ് തുടങ്ങുന്നത്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ച യൂട്യൂബ് തുടങ്ങിയത്. പക്ഷേ നമുക്ക് പൈസയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ വലുതായിട്ടുള്ളത് സ്നേഹബന്ധങ്ങളാണ്. എനിക്ക് യൂട്യൂബിലൂടെ ഒത്തിരി സുഹൃത്തുക്കളെയും അതുപോലെ സഹോദരിമാരെയും അനിയന്മാരെയും ചേട്ടന്മാരെയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലൈവിൽ സ്ഥിരമായിട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അർജുൻ, രാഹുൽ രാജ്, തങ്കൻ, ഗോസ്തി, സിസിക്ക, ഫൈസലിക്ക, ജയരാജ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അഫാൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ദിയ മോള്, ആഷ്മി, ശ്രീയ ചേച്ചി, മൈ ചേച്ചി, വസന്തകുമാരി ചേച്ചി, അങ്ങനെ ഒത്തിരി പേര്, കലക്കനമ്മച്ചി, വിഷ്ണു ഒക്കെ പുതിയതായിട്ട് വന്നതാണ്. വിഷ്ണു, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അവരെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ദിയമോള്, അർജുൻ, അവരെല്ലാവരും നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ അസീസൊക്കെ ആണെങ്കിൽ ഫൈസലൊക്കെ ആണെങ്കിൽ ഒരു ചേട്ടനെ പോലെയാണ്. ഗൾഫിലായിരിക്കുന്ന സമയം തൊട്ട് പുള്ളി നമ്മുടെ ലൈവ് മുടങ്ങാതെ വാച്ച് ചെയ്യുകയും അതുപോലെ വീട്ടിലേക്ക് ഗൾഫിൽ നിൽക്കുമ്പോൾ പോലും വീട്ടിലേക്ക് വിളിക്കേണ്ട സമയം മാറ്റി വെച്ചിട്ട് വീട്ടിലേക്ക് വിളിക്കാതെ അദ്ദേഹം എന്നെ എൻ്റെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് പറയും, ഞാൻ വീട്ടിലോട്ട് വിളിക്കാതെയാണ് നിൻ്റെ ലൈവിൽ വന്നതെന്ന് പറയാറുണ്ട്. അങ്ങനെ അത്രയ്ക്ക് നല്ല സപ്പോർട്ടോടെ നമ്മുടെ ആയിട്ട് സ്നേഹത്തോടെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഇവരോടൊക്കെയുള്ള സ്നേഹം, ഒരു കടപ്പാടെന്ന് പറഞ്ഞു തീർക്കാൻ നമുക്കൊരു വാക്കിലൂടെയോ അല്ലെങ്കിൽ കുറച്ച് അക്ഷരങ്ങളിലൂടെയൊന്നും ഒരിക്കലും സാധിക്കത്തില്ല. ഇവരെല്ലാവരും നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് 13,500 മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 600 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് 13,000 എന്നുള്ളത് 13 കോടി പോലെ വിലപ്പെട്ടതാണ്. അത്രയും ആൾക്കാരെ എൻ്റെ ഒരു ഫാമിലിയിലെ മെമ്പേഴ്സിനെ പോലെയാണ് എനിക്ക്. അപ്പം രാഹുൽ രാജ് എന്നെ കാണാൻ വേണ്ടി വന്ന് രാഹുൽ രാജ് എനിക്ക് കുറച്ച് കഴിക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. ഗിഫ്റ്റ് പോലെ കേക്ക്, അങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ കേക്ക് കൊണ്ടുവന്ന രാഹുൽ രാജ് കൊണ്ടുവന്നതാണ്. പിന്നെ 2 കവർ പാല് കൊണ്ടുവന്നു രാഹുൽ രാജ്, പഴം കൊണ്ടുവന്നു, പിന്നെ ഈ കുക്കീസ് എന്ന് പറയുന്ന ഇത് കഴിക്കാനുള്ള ഇതും കൊണ്ടുവന്നു. ഇങ്ങനെ രാഹുൽ രാജ് ഇതൊക്കെ ആയിട്ടാണ് വന്നത്. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ വേണ്ടെന്നേ പറയത്തുള്ളൂ. പക്ഷേ രാഹുൽ രാജ് എന്നോട് ചോദിക്കാതെ ഇതെല്ലാം മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. ഞാൻ ചോദിച്ചെന്താ രാഹുൽ രാജ് ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ, സന്തോഷമല്ലേ ഏട്ടാ അങ്ങനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. രാഹുൽ രാജിൻ്റെ ഒരു സന്തോഷം, അതുകൊണ്ട് ഞാനത് വാങ്ങി. പക്ഷേ എന്നെ കാണാൻ വരുന്ന സബ്സ്ക്രൈബേഴ്സ് എനിക്കൊന്നും കൊണ്ടുവരണമെന്നില്ല. നിങ്ങൾ വന്നാൽ തന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ അതി ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ലൈവിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അർജുൻ, ദിയ മോള്, ഇവരെയൊക്കെ കാണണമെന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വീട്ടിലേക്ക് ആരെയും അങ്ങനെ വിളിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട് ചെറിയ വീടാണ്. രാഹുൽ രാജിനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ രാഹുൽ രാജ് പറഞ്ഞ് വീട്ടിലൊന്നും കാര്യമില്ല ചേട്ടാന്ന് പറഞ്ഞ്. എൻ്റെ വീട് ഒരു ചെറിയ വീടായതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ആരെയും വീട്ടിലോട്ട് വരുന്ന കാര്യം പറയുമ്പോൾ അങ്ങനെ ഇതാവാത്തത്. എന്നാലും രാഹുൽ രാജ് വന്ന് എനിക്ക് ഇത്രയും ഇതൊക്കെ മേടിച്ചിട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ നമ്മുടെ ലൈവിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് ഇല്ല. ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഒരാൾ ഇങ്ങനെ എന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ വരുന്നത് നേരിട്ട്. ആദ്യമായിട്ട് വന്ന ആള് രാഹുൽ രാജാണ്. അതുപോലെ നമ്മളുടെ ലൈവിൽ മോശം പറയുന്ന ആൾക്കാരും ചീത്ത പറയുന്ന ആൾക്കാരും ഒക്കെ വരാറുണ്ട്. എല്ലാവരെയും എനിക്ക് ഇഷ്ടം തന്നെയാണ്. ഞാൻ ആരോടും ഇതുവരെ ഒന്നും തിരിച്ചൊന്നും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതല്ലേ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അവർക്ക് അങ്ങനെ തോന്നി കഴിയുമ്പോഴത്തേക്ക് നല്ലവരായി മാറിയിട്ടുമുണ്ട്. കുറച്ച് പേര് വൈരാഗ്യത്തോടെ സംസാരിക്കാൻ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ട് ഒരു മോശമായിട്ടൊരു വാക്ക് പറയാൻ വേണ്ടി നോക്കിയിട്ടില്ല. പിന്നെ കൊച്ചു പിള്ളേരെയൊക്കെ പറയുമ്പോൾ ഒരു വിഷമം തോന്നും. നമ്മുടെ ലൈവില് ചില ആൾക്കാർ മാത്രം, കുറച്ച് പേര്, എല്ലാ പേരും മാത്രമേ അങ്ങനെയൊക്കെ
അവർക്കങ്ങനെ പറയുമ്പോൾ പോലെ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അവർ പറയട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. നമ്മുടെ ലൈവിൽ വന്ന് മറ്റ് സബ്സ്ക്രൈബേഴ്സിനെ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. കാരണം എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ലൈവിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അവരെയൊക്കെ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടവും സ്നേഹവും ഉണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെയുള്ള നന്ദി അങ്ങനെ വാക്കിൽ പറഞ്ഞൊരിക്കലും എഴുതി തീർക്കാനോ ഒന്നും എനിക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഞാൻ ആരുടെയെങ്കിലൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് ലൈവിൽ വരുന്ന എല്ലാവരുടെയും പേര് ഓർമ്മയുണ്ട്, സ്ഥലവും എല്ലാം എനിക്ക് നല്ല ഓർമ്മയാണ്. ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞാണ് ലൈവ് തുടങ്ങുമ്പോഴൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ലൈവിൽ കൊച്ചുകുട്ടികളുണ്ട്, ഒത്തിരി പേരുണ്ട്, ഒത്തിരി കൊച്ചുകുട്ടികളൊക്കെ വരാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പേര് പറയാൻ പറ്റത്തില്ല. ഞാനത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ഇപ്പം ചെയ്യുന്ന വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. അപ്പം പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ലൈവ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. അപ്പം എന്നെ ആരെങ്കിലും കാണാൻ ഇനിയും വരുന്നവരോട് ഞാൻ പറയുവാണ്, എനിക്ക് ഒന്നും വാങ്ങിക്കൊണ്ടൊന്നും വരണ്ട കേട്ടോ. അപ്പം നിങ്ങൾ വന്നാൽ തന്നെ എനിക്ക് സന്തോഷമാണ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യണം, വീഡിയോസ് വാച്ച് ചെയ്യണം. അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര വലിയ സന്തോഷമുള്ള കാര്യമാണ്. രാഹുൽ രാജ് എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന്, രാഹുൽ രാജിൻ്റെയാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റും രാഹുൽ രാജിനെ കാണാൻ വേണ്ടി വരികയൊക്കെ ചെയ്തത്. അതിന് ഒത്തിരി നന്ദിയുണ്ട്. രാഹുൽ രാജിനോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. രാഹുൽ രാജിൻ്റെ അനിയനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു അനിയനെ കൂടെ ഇന്ന് കിട്ടിയിരിക്കുകയാണ്. രാഹുൽ രാജിൻ്റെ അനിയൻ എന്ന് പറയുന്നത് എൻ്റെയും കൂടെ ഒരു അനിയനായി മാറിയിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ രാജ് ഇനിയും വരാമെന്ന് പറഞ്ഞാൽ പോയത്. അപ്പോൾ രാഹുൽ രാജിനോട് എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ പറഞ്ഞ് നിർത്തുവാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ.